കാൽ നൂറ്റാണ്ട് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ ഹാനിബാൾ കാർത്തേജിന്റെ സർവാധികാരിയായി അവരോധിക്കപ്പെട്ടപ്പോൾ അയാളുടെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: റോമിനെ കീഴടക്കണം. പക്ഷേ ആ മഹത്തായ സ്വപ്നത്തിലേക്ക് യാത്ര പുറപ്പെടുന്നതിനു മുൻപ് തന്റെ സാമ്രാജ്യത്തിന്റെ ശക്തി ഇബീരിയൻ ഉപദ്വീപിൽ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അങ്ങനെ അതീവ രഹസ്യമായി അതിശക്തമായ രണ്ട് സൈനിക നീക്കങ്ങളിലൂടെ BC 221-ലും 220-ലും ഹാനിബാൾ ആഗസ് നദിക്കപ്പുറത്തേക്കും കാർത്തേജിന്റെ സ്വാധീനം വ്യാപിപ്പിച്ചു. വിജയിച്ച് ന്യൂ കാർത്തേജിലേക്ക് മടങ്ങുന്ന വഴി ഇബീരിയൻ ഗോത്രങ്ങളുടെ സഖ്യം അയാളെ വഴിയിൽ തടഞ്ഞു. കാർപിറ്റാനി ഗോത്രത്തിന്റെ നേതൃത്വത്തിൽ അവർ ടാഗസ് നദിക്ക് കുറുകെ ഒരു ഭീമാകാരമായ സൈന്യത്തെ അണിനിരത്തി ഹാനിബാളിന്റെ ആക്രമണത്തിനായി കാത്തുനിന്നു. പക്ഷേ ഇവിടെയാണ് ഹാനിബാളിന്റെ പ്രതിഭ ആദ്യമായി ലോകം കണ്ടത്. നേർക്കുനേർ ഏറ്റുമുട്ടാതെ തന്ത്രപൂർവ്വം അദ്ദേഹം സ്വന്തം സൈനിക പാളയം നദിക്കടുത്തായി സ്ഥാപിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്റെ ചാരന്മാർ നദി കടന്നു പോകാൻ എളുപ്പമുള്ളൊരിടം കണ്ടെത്തിയെന്ന് ഹാനിബാളിന് വിവരം കിട്ടി. ആ രാത്രി തന്റെ സൈന്യത്തിന്റെ ഒരു ചെറിയ ഭാഗത്തോട് പാളയത്തിൽ തന്നെ തങ്ങി എല്ലാ തീക്കുണ്ടങ്ങളും ആളിക്കത്തിക്കാൻ ഹാനിബാൾ ഉത്തരവിട്ടു. അങ്ങനെ മുഴുവൻ സൈന്യവും അവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന പ്രതീതി സൃഷ്ടിച്ചു. അതിനിടയിൽ സൈന്യത്തിന്റെ പ്രധാന ഭാഗത്തെ നദിയുടെ മുകൾ ഭാഗത്തേക്ക് നയിച്ച് അദ്ദേഹം അതിവേഗം ശത്രുവിന്റെ പിന്നിലൂടെ നീങ്ങി. പിറ്റേന്ന് പുലർച്ചെ ഹാനിബാൾ ന്യൂ കാർത്തേജിലേക്ക് പിന്മാറുന്നതായി അഭിനയിച്ചു. തങ്ങൾ വിജയിച്ചെന്ന് കരുതി ആഹ്ലാദിച്ച ഇബീരിയൻകാർ ഹാനിബാളിന്റെ സൈന്യത്തെ പിടികൂടാൻ നദിയുടെ നടുവിലേക്ക് പാഞ്ഞെത്തി. എന്നാൽ നെഞ്ചോളം വെള്ളത്തിൽ മുങ്ങി നിന്ന അവരെ കാത്ത് ഹാനിബാളിന്റെ കുതിരപ്പടയാളികൾ തയ്യാറായി നിന്നിരുന്നു. ആ നിമിഷം ഹാനിബാൾ തന്റെ കീണി പുറത്തെടുത്തു. ജലപ്രവാഹത്തിൽപ്പെട്ട ശത്രുസൈന്യത്തിന് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. കാർത്തേജിന്റെ കുതിരപ്പടയുടെ വാളുകൾ അവരുടെ മേൽ ആഞ്ഞു വീശി. നദി കടന്ന് രക്ഷപ്പെട്ടവരെ ഹാനിബാളിന്റെ ഭീമാകരങ്ങളായ ആനകൾ ചവിട്ടിമതിച്ചു. ടാഗസ് നദിക്കരയിൽ നടന്ന ആ യുദ്ധം ഹാനിബാളിന്റെ ആദ്യത്തെ വലിയ വിജയമായിരുന്നു. എന്നാൽ ഈ വിജയം റോമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹാനിബാളിന്റെ മുന്നേറ്റം തടയാൻ റോം തീരുമാനിച്ചു. സാഗുണ്ടം എന്ന സമ്പന്നമായ നഗരം ഇതിനകം റോമിന്റെ സഖ്യകക്ഷിയായിരുന്നു. റോം സാഗുണ്ടത്തെ തങ്ങളുടെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. BC 225-ൽ റോമും കാർത്തേജും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ലംഘനമായി ഹാനിബാൾ ഇതിനെ കണ്ടു. കരാർ പ്രകാരം ഇബീരിയൻ ഉപദ്വീപ് എബ്രോ നദിയുടെ ഇരുവശങ്ങളിലായി രണ്ട് സാമ്രാജ്യങ്ങൾക്കും വീതിക്കിരുന്നു. റോമിന്റെ കടുത്ത ശത്രുവായിരുന്ന ഹാനിബാൾ ഒരു നിമിഷം പോലും പാഴാകിയില്ല. അദ്ദേഹം തന്റെ സൈന്യവുമായി സാഗുണ്ടം വളഞ്ഞു. BC 219-ൽ ഹാനിബാളിന്റെ സൈന്യം സാഗുണ്ടത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെത്തി. കുത്തനെയുള്ള ചെരിവുകളുള്ള ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരം വളരെ ശക്തമായ കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. സാഗുണ്ടം നഗരം റോമിനോട് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ അന്ന് റോമൻ സൈന്യം ഇല്ലീരിയക്കാരുമായി യുദ്ധത്തിലായിരുന്നതിനാൽ സഹായമെത്തിയില്ല. എങ്കിലും പ്രതിരോധത്തിനു വേണ്ട വിഭവങ്ങൾ നഗരത്തിൽ ആവശ്യത്തിനുണ്ടായിരുന്നു. ഹാനിബാൾ നഗരത്തെ പൂർണ്ണമായി ഉപരോധിച്ചു. തുടർച്ചയായ ആക്രമണങ്ങൾ മാസങ്ങൾ നീണ്ടുനിന്നു. ഓരോ തവണയും സാഗുണ്ടൈൻ സൈന്യം ശക്തമായി ചെറുത്തുനിന്നു. പക്ഷേ ഉപരോധം മാസങ്ങൾ നീണ്ടപ്പോൾ നഗരത്തിന്റെ മതിലുകൾ തകർന്നു തുടങ്ങി. അവസാനം പ്രതിരോധികൾക്ക് പുറം മതിലുകൾ ഉപേക്ഷിച്ച് അകത്തെ മതിലുകൾക്ക് പിന്നിൽ ഒത്തുകൂടേണ്ടി വന്നു. 8 മാസത്തെ കൊടും പോരാട്ടത്തിനു ശേഷം സാഗുണ്ടം നഗരം വീണു. ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെട്ട നഗരവാസികളെ ഒന്നുകിൽ കൊന്നുകളയുകയോ അല്ലെങ്കിൽ അടിമകളാക്കി വിൽക്കുകയോ ചെയ്തു. സാഗുണ്ടം വീണതിനു ശേഷം റോം കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് കാർത്തേജിനോട് ഹാനിബാളിനെ ശിക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കാർത്തേജിയൻ സെനറ്റ് ഹാനിബാളിനൊപ്പം നിന്നു. അങ്ങനെ BC 218-ന്റെ അവസാനത്തോടെ രണ്ടാമത്തെ പ്യൂണിക് യുദ്ധം ആരംഭിച്ചു. തണുപ്പുകാലം ന്യൂ കാർത്തേജിൽ ചെലവഴിച്ച ഹാനിബാൾ അടുത്ത വർഷത്തെ സൈനിക നീക്കങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. 15,000 കാലാട്പടയാളികളെയും 21 ആനകളെയും കടൽത്തീരം സംരക്ഷിക്കാനുള്ള കപ്പൽ സേനയുടെയും ചുമതല ഇബീരിയൻ ഉപദ്വീപിന്റെ ചുമതലയേൽപ്പിച്ച് തന്റെ സഹോദരൻ ഹാസ്ദ്രാബാദിനെ അവിടെ നിയമിച്ചു. ഇബീരിയൻ ഗോത്രങ്ങൾ റോമിനോട് കൂറു പുലക്കാവാതിരിക്കാൻ 15,000 ഇബീരിയൻ കാലാട്പടയാളികൾക്ക് പകരം കൂടുതൽ വിശ്വാസികളായ 15,000 ആഫ്രിക്കൻ സൈനികരെ ഹാനിബാൾ കൊണ്ടുവന്നു. BC 218-ന്റെ വസന്തത്തിൽ സെനറ്റിന്റെ പൂർണ്ണ പിന്തുണയോടെ 54,000 കാലാട്പടയും 8,000 കുതിരപ്പടയുമായി ഹാനിബാൾ ന്യൂ കാർത്തേജിൽ നിന്നും പുറപ്പെട്ടു. സൈന്യത്തെ 3 നിരകളായിട്ടായിരുന്നു മുന്നേറ്റം. എബ്രോ നദിക്കപ്പുറം റോമിന്റെ സഖ്യകക്ഷികളായിരുന്ന ഗോത്രങ്ങൾ കാർത്തേജിനോട് ശത്രുതയിലായിരുന്നു. ആ പ്രദേശം വരുതിയിലാക്കാൻ ഹാനിബാളിന് 2 മാസം എടുത്തു. ഹാനോയുടെ കീഴിൽ 10,000 സൈനികരെ എബ്രോ നദിക്ക് കുറുകെ കാർത്തേജൻ പ്രദേശത്തേക്ക് സാധ്യമായ കടന്നുകയറ്റങ്ങൾ തടയാനായി നിയമിച്ചു. 38,000 കാലാട്പടയും 7,000 കുതിരപ്പടയും 37 ആനകളുമായി ഹാനിബാൾ പയർനീസ് പർവ്വതങ്ങൾ കടന്ന് മറുകരയിലെത്തി. അതേസമയം റോമൻ സൈന്യവും വിഭജിക്കപ്പെട്ടു. കോൺസൽ പബ്ലിയസ് കോർണീലിയസ് സ്കിപ്പിയോ ഇബീരിയയിൽ വെച്ച് ഹാനിബാളിനെ തടയാൻ അയച്ചു.
അതേസമയം കോൺസുൾ ടിബീരിയസ് എംബ്രോണിസ് ലോങ്കസ് സിസിലിയിലേക്ക് കപ്പൽ കയറി. സ്കിപ്പിയോയ്ക്ക് ഹാനിബാളിനെ തടയാൻ കഴിഞ്ഞാൽ കാർത്തേജിനെ നേരിട്ട് ആക്രമിക്കാനായിരുന്നു ലോങ്കസിന്റെ പദ്ധതി. ബാക്കിയുള്ള റോമൻ സൈന്യത്തെ പോനദി താഴ്വരയിലെ ഗാലിക് ഭൂമികൾ സംരക്ഷിക്കാൻ നിയമിച്ചു. പൈർനീസ് പർവ്വതത്തിന്റെ താഴ്വരയിൽ ഹാനിബാൾ തന്റെ റോം ആക്രമണത്തിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. റോമിലേക്ക് പോകുന്ന വഴിയിൽ ഗാലിക് ഗോത്രങ്ങളുമായി യുദ്ധം ചെയ്യുന്നത് ഒഴിവാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പകരം അവരെ പണം നൽകി പ്രീണിച്ചു. റോമിനോട് യുദ്ധം ചെയ്യുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഇതുകൂടാതെ പോ താഴ്വരയിൽ നിന്നുള്ള ദൂതന്മാർ ഹാനിബാളിനൊരു സന്തോഷ വാർത്ത നൽകി. ഗാലിക് ഗോത്രങ്ങൾ ഹാനിബാളിന്റെ വരവിനായി കാത്തിരിക്കുന്നു, അതിനുവേണ്ടി അവർ റോമിനോട് ശത്രുത ആരംഭിച്ചു കഴിഞ്ഞുവെന്നും പോ താഴ്വരയിൽ നിന്ന് സൈനികരും മറ്റു വിഭവങ്ങളും ലഭിക്കുമെന്നത് ഹാനിബാളിന് ഏറെ ആശ്വാസമായിരുന്നു. അങ്ങനെ ഹാനിബാളിന്റെ സൈന്യം റോൺ നദിക്കടുത്തേക്ക് നീങ്ങി. ഇബീരിയിലേക്ക് പോകുന്ന വഴിയിൽ മസ്സാലിയയിൽ സാധനങ്ങളെടുക്കാൻ സ്കിപ്പിയോയുടെ സൈന്യവും ഇറങ്ങി. ഹാനിബാൾ പൈർനീസ് പർവ്വതങ്ങൾ കടന്നുവെന്ന് സ്കിപ്പിയോ അറിഞ്ഞെങ്കിലും അദ്ദേഹം റോൺ നദിയിൽ നിന്ന് വളരെ ദൂരെയാണെന്ന് തെറ്റായി കണക്കാക്കി. സത്യത്തിൽ ഹാനിബാളിന്റെ സൈന്യം മസ്സാലിയിൽ നിന്ന് വെറും 4 ദിവസത്തെ ദൂരത്തിൽ മാത്രമായിരുന്നു. റോൺ നദിക്ക് കുറുകെ കടക്കാൻ തയ്യാറെടുക്കുന്നതിനു മുൻപ് ഹാനിബാൾ തന്റെ സൈന്യത്തിന് 3 ദിവസത്തെ വിശ്രമം നൽകി. റോമൻ സൈന്യം 4 ദിവസത്തിനകം എത്തുമെന്നതിനാൽ ഗാലികളുമായി യുദ്ധം ചെയ്യുന്നത് ഒഴിവാക്കി ഇറ്റാലിയൻ ഉപദ്വീപിലേക്ക് അതിവേഗം മുന്നേറാൻ ഹാനിബാൾ ആഗ്രഹിച്ചു. എന്നാൽ റോമൻ സഖ്യകക്ഷിയായ കവാരസ് ഗോത്രത്തിന്റെ സൈന്യം നദിയുടെ മറുകരയിൽ തമ്പടിച്ചു. അവർ ഹാനിബാളിന്റെ സൈന്യം നദി കടക്കുന്നത് തടയാൻ വേണ്ടി എല്ലാ വള്ളങ്ങളും ശേഖരിക്കുകയും നദിയുടെ തീരത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷേ ഹാനിബാൾ ഒരു തന്ത്രം മെനഞ്ഞു. 3-ാം രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ബൂമിൽക്കാരന്റെ മകനായ ഹാനോയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അദ്ദേഹം അയച്ചു. 40 കിലോമീറ്റർ വടക്കുമാറി ഹാനോ നദി കടന്നു. പിറ്റേ ദിവസം പുലർച്ചെ അവർ കവാരസ് ഗോത്രത്തിന്റെ പാളയത്തിന് പിന്നിൽ നിലയുറപ്പിച്ചു. കെണി തയ്യാറായി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ റോൺ നദി കടക്കാൻ തുടങ്ങിക്കൊള്ളാൻ പുകയുയർത്തി ഹാനോ ഹാനിബാളിന് സൂചന നൽകി. കാർത്തേജിയൻ സൈനികർ നദിയിലേക്കിറങ്ങുമ്പോൾ കവാരെ സൈന്യം നദിയുടെ മറുകരയിൽ നിരന്നു. ഹാനിബാൾ ആദ്യം നദി കടന്നു. കരയിൽ നിന്ന് സൈനികരുടെ ആർപ്പുവിളികൾ മുഴങ്ങി. കാർത്തേജിയൻ സൈനികർ നദിയുടെ കിഴക്കേ തീരത്ത് എത്തിത്തുടങ്ങുമ്പോൾ ഹാനോ തന്റെ സൈന്യത്തെ കവാരസ് പാളയം ആക്രമിക്കാനായി അയച്ചു. ഈ നീക്കത്തിൽ അമ്പരന്ന കവാരസ് സൈന്യം പരിഭ്രാന്തരായി ചിതറിയോടി. ഹാനിബാളിന്റെ മികച്ച തന്ത്രങ്ങൾ കാരണം യുദ്ധം അതിവേഗം അവസാനിച്ചു. 1 ദിവസത്തിനകം ഹാനിബാളിന്റെ ഭൂരിഭാഗം സൈനികരും റോൺ നദി കടന്നു. ആനകൾക്ക് നദി കടക്കാൻ 1 ദിവസം കൂടി വേണ്ടിവന്നു. കാർത്തേജിയൻ സൈന്യം നദിയുടെ കിഴക്കൻ തീരത്ത് ഒത്തുകൂടുമ്പോൾ പോ താഴ്വാരയിലെ സൗഹൃദ ഗോത്രങ്ങളിൽ നിന്നുള്ള ദൂതന്മാരെത്തി. ഒരു റോമൻ കപ്പൽ സൈന്യം അടുത്തുള്ളതായി അവർ ഹാനിബാളിന് മുന്നറിയിപ്പ് നൽകി. സ്കിപ്പിയോയുടെ സൈന്യത്തെ കണ്ടെത്താൻ ഹാനിബാൾ തന്റെ ചാരന്മാരെ അയച്ചു. താമസിയാതെ അദ്ദേഹത്തിന്റെ നുമീഡിയൻ ചാരന്മാർ ഒരു റോമൻ ഗാലിക് സംഘത്തെ കണ്ടുമുട്ടി. ഇരു ജനറൽമാർക്കും പരസ്പരം സ്ഥാനം മനസ്സിലായി. സ്കിപ്പിയോ ഹാനിബാളിനെ നേരിടാൻ വടക്കോട്ട് അതിവേഗം നീങ്ങി. പക്ഷേ റോമൻ സൈന്യം നദി കടക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും കാർത്തേജൻ പാളയം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഹാനിബാളിന് സമയം കളയാനുണ്ടായിരുന്നില്ല. തണുപ്പുകാലത്തിനു മുൻപ് ആൽപ്സ് പർവ്വതനിരകളിൽ എത്തണമായിരുന്നു. അതേസമയം ഇബീരിയയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. സ്കിപ്പിയോ തന്റെ സഹോദരൻ ഗ്നേയസ് കോർണേലിയസ് സ്കിപ്പിയോ കോൾവിസിനെ ഇബീരിയയിലേക്ക് സൈന്യത്തെ നയിക്കാൻ നിയോഗിച്ചു. അദ്ദേഹം റോമൻ സൈന്യത്തിന്റെ കമാൻഡ് ഏറ്റെടുക്കാനും കാർത്തേജിയൻ അധിനിവേശം തടയാനും പോ താഴ്വാരയിലേക്ക് തിരിച്ചു. ആക്രമണസേനയുടെ ചുമതലയേറ്റ സ്കിപ്പിയോ കാൽവസ് എംപൂറിയിൽ കപ്പലിറങ്ങി. ഗ്രീക്ക് വ്യാപാരി നഗരങ്ങളും ഇബീരിയൻ ഗോത്രങ്ങളും റോമാക്കാരെ സ്വാഗതം ചെയ്തു. റോമൻ സൈന്യത്തിന്റെ വരവിനു മുൻപ് തന്നെ ഹാനോയുടെ സൈന്യത്തിന് മുന്നേറ്റം നടത്താൻ കഴിയാത്തതിനാൽ കാർത്തേജിന് കീഴടക്കിയ പ്രദേശങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. റോമാക്കാർ വന്ന വിവരം സ്കിപ്പിയോ കാൽവസ് എബ്രോൻ നദിയുടെ വടക്കുഭാഗത്തേക്ക് നീങ്ങിയതിനു ശേഷമാണ് ഹാനോ അറിഞ്ഞത്. ഹാനോ ഹസ്ദ്രുത്ബാളിന് വിവരം നൽകാൻ ദൂതനെ അയച്ചു. 8000 കാലാൾപ്പടയുമായി ഹസ്ദ്രുത്ബാൽ വടക്കോട്ട് നീങ്ങി. പക്ഷെ ഹസ്ദ്രുത്ബാളിനായി കാത്തുനിൽക്കാതെ ഹാനോ 10,000 സൈനികരുമായി 20,000 പേരടങ്ങുന്ന റോമൻ സൈന്യത്തെ നേരിടാൻ മുന്നിട്ടിറങ്ങി. പ്രതീക്ഷിച്ചതുപോലെ സ്കിപ്പിയോ കാൽവസ് കാർത്തേജിയൻ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തി. 6,000 സൈനികരെ കൊന്നുകഴിഞ്ഞപ്പോൾ 2,000 പേരെയും ഹാനോ തടവിലാക്കി. ഹസ്ദ്രുത്ബാൾ എത്തിയപ്പോൾ റോമാക്കാരെ നേരിടാൻ അദ്ദേഹത്തിന് ആവശ്യത്തിന് സൈനികരുണ്ടായിരുന്നില്ല. പകരം അദ്ദേഹം തീരദേശത്ത് ചെറു റെയ്ഡുകൾ നടത്തി. കാർത്തേജിയൻ സൈനികർ റോമൻ നാവികരെ കൊന്നു. റോമൻ സൈന്യത്തിന്റെ ശക്തി പകുതിയായി കുറച്ചു.
എന്നിരുന്നാലും എബ്രോൻ നദിയുടെ വടക്കുഭാഗത്തുള്ള ഇബീരിയയുടെ പൂർണ്ണ നിയന്ത്രണം റോമിന് ലഭിച്ചു. ഇത് കാർത്തേജിന് വലിയ തിരിച്ചടിയായി. കൂടാതെ വടക്കൻ ഇബീരിയ റോമൻ ആക്രമണങ്ങൾക്കുള്ള ഒരു താവളമായും മാറി. അതേസമയം ആൽപ്സ് പർവ്വതനിരകൾ കടന്ന് ഹാനിബാൾ ഇറ്റാലിയൻ ഉപദ്വീപിലെ യുദ്ധം റോമൻ ജനതയെ വലിയ ഭീതിയിലാഴ്ത്തി. ആ യുദ്ധമാണ് ഹാനിബാളിനെ ഒരിതിഹാസമായി ഉയർത്തിയത്. BC 218 അവസാന മാസങ്ങൾ. കോൺസൽ ടിബീരിയസ് സെംബ്രോണിയസ് ലോങ്ങസ് കാർത്തേജിനെ ആക്രമിക്കാൻ തെക്കോട്ട് കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ഗ്നേയസ് കോർണേലിയസ് സ്കിപ്പിയോ കാൽവസ് ഇബീരിയയിൽ റോമിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ സഹോദരൻ കോൺസൽ പബ്ലിയസ് കോർണേലിയസ് സ്കിപ്പിയോ പോ താഴ്വാരയിലെ റോമൻ സൈന്യത്തിന്റെ കമാൻഡ് ഏറ്റെടുത്ത് ഹാനിബാളിനെ തടയാൻ പാഞ്ഞു. ഇരുപക്ഷവും വിജയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ഇബീരിയയിൽ കാർത്തേജിയൻ സൈന്യത്തിന് കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നെങ്കിലും ഗൗളിൽ ഹാനിബാൾ തന്റെ യാത്ര വേഗത്തിലാക്കി. രണ്ടു രാജകീയ സഹോദരങ്ങളുടെ തർക്കത്തിൽ മധ്യസ്ഥൻ വഹിച്ച് അലോബ്രജോസ് ഗോത്രവുമായി അദ്ദേഹം സൗഹൃദം സ്ഥാപിച്ചു. ആ ഗോത്രത്തിന്റെ പുതിയ ഭരണാധികാരിയായ ബ്രാങ്കസ് ഹാനിബാളിന്റെ സൈന്യത്തിന് ഭക്ഷണവും ചൂടുള്ള വസ്ത്രങ്ങളും വഴികാട്ടികളെയും നൽകി. അങ്ങനെ ആൽപ്സ് പർവ്വതനിരകളിലൂടെ ഹാനിബാളിന്റെ അപകടകരമായ യാത്ര ആരംഭിച്ചു. പക്ഷേ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ബ്രാങ്കസ് നൽകിയ വഴികാട്ടികൾ തിരിച്ചുപോയി. അപകടം മണത്ത ഹാനിബാൾ ചാരന്മാരെ മുന്നോട്ടയച്ചു. ചാരന്മാർ തിരികെ വന്ന് റിപ്പോർട്ട് ചെയ്തത് ഗോത്രവർഗക്കാർ ഉയർന്ന പ്രദേശത്ത് ഒരാക്രമണത്തിനായി കാത്തിരിക്കുകയാണെന്നാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം സൈനികരുമായി ഹാനിബാൾ രഹസ്യമായി ആ വാസസ്ഥലത്തേക്ക് നുഴഞ്ഞുകയറി. രാത്രിയായപ്പോൾ ഹാനിബാൾ തന്റെ സൈന്യത്തിന് മുന്നോട്ടു പോകാൻ സൂചന നൽകി. ഇത് കണ്ട ഗോത്രവർഗക്കാർ ആക്രമണം തുടങ്ങി. ഹാനിബാളിന്റെ സൈന്യം പാറക്കെട്ടിന് മുകളിൽ ശക്തമായി പ്രതിരോധിച്ചു. ആദ്യത്തെ ആക്രമണത്തിൽ പലരും കൊക്കയിലേക്ക് വീണു. പക്ഷേ കാർത്തേജ്യൻ സൈനികർ പിന്മാറിയില്ല. അപ്പോഴാണ് തങ്ങൾ ഒരു കെണിയിൽ വീണെന്ന് ഗോത്രവർഗക്കാർക്ക് മനസ്സിലായത്. ഹാനിബാൾ മലയിറങ്ങി താഴെയെത്തിയപ്പോൾ താഴെ നിന്ന കാർത്തേജ്യൻ സൈന്യം ഒരേ സമയം മല കയറി ആക്രമണം തുടങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ നൂറുകണക്കിന് ഗോത്രവർഗക്കാർ കൊല്ലപ്പെട്ടു. ഹാനിബാളിന്റെ മിന്നൽ വേഗത്തിലുള്ള ആക്രമണം കാരണം അവരുടെ മനോവീര്യം തകർന്നു. ശത്രുവിനെ തുരത്തിയ ശേഷം ഹാനിബാളും സൈന്യവും ഗ്രാമത്തിൽ കയറി ശൈത്യകാലത്തേക്കുള്ള എല്ലാ വിഭവങ്ങളും പിടിച്ചെടുത്തു. അടുത്ത 3 ദിവസം സൈന്യത്തിന് യാതൊരു തടസ്സവുമുണ്ടായില്ല. പക്ഷേ 4-ാം ദിവസം കാർത്തേജ്യൻ സൈന്യം ഒരു ഇടുങ്ങിയ മലയിടുക്കിലേക്ക് കടന്നപ്പോൾ പല ഗോത്രത്തലവന്മാരും സൗഹൃദം പ്രകടിപ്പിച്ചു. അവർ ബന്ദികളെയും വഴികാട്ടികളെയും നൽകി. ഗോത്രവർഗക്കാർ അത്ര സൗഹൃദപരമല്ലെന്ന് സംശയിച്ച ഹാനിബാൾ അവരുടെ വാഗ്ദാനം സ്വീകരിക്കുകയും മുന്നോട്ടു പോകുകയും ചെയ്തു. എന്നാൽ മുൻകരുതലെന്ന നിലയിൽ ആയുധങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് കാലാൾപ്പടയെ മുൻനിരയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിവേഗം ഇടുങ്ങിയ ആ മലയിടുക്കിലൂടെ സൈന്യം മുന്നോട്ടുപോയി. 200 മീറ്റർ ഉയരമുള്ള പാറക്കെട്ടുകൾ അവർക്ക് മേലെ ഭീഷണി പോലെ നിന്നു. ഗോത്രവർഗക്കാർ മുകളിൽ നിന്നും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മലയിടുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഗോത്രവർഗക്കാർ ആക്രമണം അഴിച്ചുവിട്ടു. മുകളിൽ നിന്ന് പാറകളും അമ്പുകളും കാർത്തേജ്യൻ സൈനികരുടെ മേൽ മഴ പോലെ പതിച്ചു. പലരും കൊല്ലപ്പെട്ടു. മൃഗങ്ങൾ പരിഭ്രാന്തരായി സൈനികരുടെ മേൽ ഓടി. ഒരു കൂട്ടം ഗോത്രവർഗക്കാർ മലയിടുക്കിന് പിന്നിലൂടെ വന്ന് പിന്നിൽ നിന്ന് ആക്രമണം തുടങ്ങി. അവർക്ക് എളുപ്പത്തിൽ കൊള്ളയടിക്കാനും നശിപ്പിക്കാനും കഴിയുമെന്ന് അവർ കരുതി. പക്ഷേ ഹാനിബാൾ അവർക്ക് മുന്നിൽ ഒരു ചുവട് മുന്നിലായിരുന്നു. മുന്നേ പിന്നിൽ നിർത്തിയിരുന്ന കനത്ത കാലാൾപ്പട ഗാലിക് ആക്രമണത്തെ തടഞ്ഞു. കനത്ത നഷ്ടം വരുത്തി അവർ പിന്തിരിഞ്ഞോടി. ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് കാർത്തേജ്യൻ സൈന്യം മലയിടുക്കിന്റെ മറുവശത്ത് സുരക്ഷിതമായി എത്തിയത്. അലോബ്രോജസ് ആക്രമണം അവസാനിച്ചെങ്കിലും ഗോത്രങ്ങളുമായുള്ള പോരാട്ടത്തിൽ ഹാനിബാളിന്റെ സൈന്യത്തിന് കനത്ത നഷ്ടമുണ്ടായി. അതിനിടയിൽ ശൈത്യകാലം നേരത്തെ ആരംഭിച്ചു. കനത്ത മഞ്ഞുവീഴ്ച ഹാനിബാളിന്റെ സൈനികർക്ക് കനത്ത വെല്ലുവിളിയായി. പാറക്കെട്ടുകളും കുത്തിരിയുള്ള മലഞ്ചെരുവുകളും താണ്ടിയപ്പോൾ പലരും മഞ്ഞിനടിയിൽ ഒളിഞ്ഞിരുന്ന അപകടകരമായ കിടങ്ങുകളിലും വിള്ളലുകളിലും വീണുപോയി. ഒടുവിൽ 9 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കാർത്തേജ്യൻ സൈന്യം പർവ്വതപാതയുടെ മുകൾ ഭാഗത്തിന് തൊട്ടുതാഴെയായി തമ്പടിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം ഹാനിബാൾ തന്റെ സൈന്യത്തെ മുകളിൽ വിളിച്ചുകൂട്ടി. അവർക്ക് താഴെ ഇറ്റലിയുടെ വിശാലമായ കാഴ്ചയായിരുന്നു. അവിടെ വെച്ച് ഹാനിബാൾ തന്റെ സൈന്യത്തോട് പ്രതിജ്ഞ ചെയ്തു. ഇറ്റലിയുടെ തലസ്ഥാനം റോമിന്റെ കോട്ട നിങ്ങളുടെ കൈപ്പിടിയിലായിരിക്കും. അവർ പോത്താഴ്വര ലക്ഷ്യമാക്കി ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ ഇറക്കത്തിലുള്ള ചരിവുകൾ വളരെ കുത്തനെയുള്ളതും ഐസ് നിറഞ്ഞതുമായിരുന്നു.
അപകടകരമായ പ്രദേശം കൂടുതൽ സൈനികരുടെയും മൃഗങ്ങളുടെയും ജീവൻ കവർന്നെടുത്തു. യാത്രയെ കൂടുതൽ ദുസ്സഹമാക്കുന്നതിനായി തകർന്ന ഒരു പാത സൈന്യത്തിന്റെ മുന്നേറ്റം 3 ദിവസത്തേക്ക് തടഞ്ഞു. പക്ഷേ ഒടുവിൽ ഈ ഭീകരമായ അവസ്ഥകളെ അതിജീവിച്ച് കാർത്തേജൻ സൈന്യം ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വാരത്തിൽ എത്തിച്ചേർന്നു. 16 ദിവസം മുൻപ് ആൽപ്സിലേക്ക് യാത്ര തിരിച്ച് 45,000 പേരിൽ 26,000 പേർ മാത്രമേ തിരിച്ചെത്തിയുള്ളൂ. തന്റെ സൈന്യത്തിന് നേരിട്ട ഭീകരമായ നഷ്ടം ഹാനിബാൾ തിരിച്ചറിഞ്ഞു. അവിടെ റോമൻ സൈന്യം കാത്തിരുന്നുണ്ടായിരുന്നു. BC 218 അവസാനം ഹാനിബാൾ തന്റെ സൈന്യവുമായി ആൽപ്സ് പർവ്വതനിരകൾ കടന്നു. റോമാക്കാരെ നേരിടുന്നതിനു മുൻപ് അദ്ദേഹത്തിന് 3 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഒന്നാമതായി, ക്ഷീണിത സൈനികർക്ക് വിശ്രമവും വിഭവങ്ങളും നൽകുക. രണ്ടാമതായി, പുതിയ ഗാലിക് സൈനികരെ റിക്രൂട്ട് ചെയ്ത് തന്റെ സൈന്യത്തെ പുനർനിർമ്മിക്കുക. മൂന്നാമതായി, ഗാലിക് ഗോത്രങ്ങളുടെ കൂഴ ഉറപ്പാക്കുക. അതിന് അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തെ എതിർത്ത തൗറീനി ഗോത്രത്തെ ഉദാഹരണമാക്കി. 3 ദിവസത്തെ ഉപരോധത്തിനു ശേഷം ഹാനിബാൾ തൗറീനിയുടെ പ്രധാന നഗരമാക്രമിക്കാൻ സൈനികർക്ക് ഉത്തരവിട്ടു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാ നഗരവാസികളെയും അവർ കൊന്നുകളഞ്ഞു. ഈ ക്രൂരമായ പ്രവൃത്തി കാർത്തേജിനെതിരെ നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ഗോത്രങ്ങൾക്ക് കാണിച്ചുകൊടുത്തു. അതേസമയം സിസിലിയുടെ തീരത്ത് കാർത്തേജിയൻ സൈന്യം റോമിന് ആദ്യത്തെ പ്രഹരമേൽപ്പിച്ചു. തങ്ങൾ ഒരിക്കൽ ഭരിച്ചിരുന്ന പ്രധാന തുറമുഖ നഗരങ്ങൾ തിരികെ പിടിക്കാനുള്ള ആക്രമണത്തിനായി തയ്യാറെടുക്കാൻ അവർ സിസിലിക്ക് ചുറ്റുമുള്ള പ്രാധാന്യമുണ്ടായിരുന്ന ദ്വീപുകളിൽ റെയ്ഡ് തുടങ്ങി. പടിഞ്ഞാറ് ഭാഗത്തെ നീക്കം വിജയകരമായിരുന്നു. പക്ഷേ കിഴക്ക് ഭാഗത്ത് വൾക്കൻ ദ്വീപുകളിൽ റെയ്ഡ് നടത്തുമ്പോൾ ചില കാർട്ടേജിയൻ കപ്പലുകൾ കൊടുങ്കാട്ടിൽ അകപ്പെട്ടു. മെസ്സിനാദിടുക്കിനടുത്തുവച്ച് അവയെ സിറാക്യൂസ്യൻ നാവികസേന കണ്ടെത്തുകയും ആക്രമിക്കുകയും ചെയ്തു. റോമിന്റെ സഖ്യകക്ഷിയായിരുന്ന അവർ കാർത്തേജിയൻ 3 കപ്പലുകളെയും അതിലുള്ള സൈനികരെയും പിടികൂടി. പീഡനത്തിന് വിധേയരായ നാവികർ സിസിലിയെ ആക്രമിക്കാനുള്ള കാർത്തേജിയൻ പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തി. സിറാക്യൂസ്യൻ രാജാവ് ഈ വിവരം റോമൻ സഖ്യകക്ഷികളെ അറിയിച്ചു. സിസിലിയിലെ റോമൻ പ്രേറ്റർ വേഗത്തിൽ പ്രതികരിച്ചു. കാർത്തേജിന്റെ പക്കൽ വലിയ നാവികസേനയുണ്ടെങ്കിലും അവയിൽ കൂടുതൽ സൈനികരില്ലെന്ന് റോമക്കാർ മനസ്സിലാക്കി. ഓരോ റോമൻ കപ്പലിനും ഇരട്ടി സൈനികരെ കയറ്റാൻ റോമൻ പ്രേറ്റർ തീരുമാനിച്ചു. ഇതിലൂടെ ഓരോ റോമൻ കപ്പലിനും 2 കാർത്തേജിയൻ കപ്പലുകളെ നേരിടാൻ കഴിയും. കരയിൽ നിരീക്ഷണ പോസ്റ്റുകൾ സ്ഥാപിച്ച് റോമാക്കാർ ഒരു കെണിയൊരുക്കി. കാർത്തേജിയൻ സൈന്യം മുന്നോട്ട് നീങ്ങി. ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ റോമൻ സൈന്യം ആക്രമണം തുടങ്ങി. അവർ കാർത്തേജിയൻ കപ്പലുകളെ ലക്ഷ്യമാക്കി നീങ്ങി. കൂടുതൽ എണ്ണമുണ്ടായിരുന്ന റോമൻ സൈനികർക്ക് കാർത്തേജിയൻ കപ്പലുകളെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സാധിച്ചു. ഒടുവിൽ കാർത്തേജിയൻ നാവിക ആക്രമണം പരാജയപ്പെട്ടു. BC 218 സിസിലി ദ്വീപിൽ ഒരു താവളമുണ്ടാക്കാനുള്ള അവരുടെ ശ്രമം പരാജയപ്പെട്ടു. ഇതിനിടയിൽ കോൺസൽ ടിബീരിയസ് സെംബ്രോണിയസ് ലോങ്ങസ് സിസിലിയുടെ തെക്കൻ തീരത്ത് ഒരു പ്രതിരോധ ആക്രമണം ആരംഭിക്കുകയും മാൾട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. വൾക്കൻ ദ്വീപുകൾ, വിഭോ, ബ്രൂട്ടിയം എന്നിവിടങ്ങളിൽ റെയ്ഡ് നടത്തിയ കാർത്തേജിയൻ കപ്പലുകളെ തടയാൻ ലോങ്ങസ് പിന്നീട് തിരിച്ചുപോയി. എന്നാൽ ഹാനിബാൾ പോ താഴ്വാരയിലെത്തിയെന്ന വാർത്ത കേട്ടതോടെ ലോങ്ങസിന്റെ ദൗത്യം നിർത്തിവെക്കേണ്ടിവന്നു. സ്കിപ്പിയോയെ സഹായിക്കാൻ തന്റെ സൈന്യവുമായി വടക്കോട്ടു പോകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതേസമയം സ്കിപ്പിയോ ഹാനിബാളിനെ യുദ്ധത്തിൽ നേരിടാൻ ആകാംക്ഷയിലായിരുന്നു. തന്റെ 17 വയസ്സുള്ള മകൻ പബ്ലിയസിനെ കൂടെ നിർത്തി സ്കിപ്പിയോ പ്ലാസന്റിയയിലെ പോ നദി കടന്നു. പിന്നീട് സ്കിപ്പിയോ ആഫ്രിക്കാനസ് എന്നറിയപ്പെട്ടത് ഈ മകനാണ്. ഹാനിബാളിനെ തോൽപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം സ്കിപ്പിയോയ്ക്കുണ്ടായിരുന്നു. കാരണം റോൺ നദിയിൽ വെച്ച് താൻ ഹാനിബാളിനെ വെല്ലുവിളിച്ചപ്പോൾ കാർട്ടേജിയൻ ജനറൽ ഓടി രക്ഷപ്പെട്ടുവെന്ന് സ്കിപ്പിയോ കരുതി. എന്നാൽ ഹാനിബാൾ വേഗത്തിൽ പോ താഴ്വാരയിൽ തിരിച്ചെത്തിയതിൽ ഹാനിബാൾ അമ്പരന്നു. തന്റെ സൈന്യവുമായി സ്കിപ്പിയോ തിരിച്ചെത്തിയെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. റോമാക്കാർക്കിപ്പോൾ പോ താഴ്വാരയിൽ 2 സൈന്യങ്ങളുണ്ട്, ഇത് തന്നോടൊപ്പം ചേരാൻ ഗാലിക് ഗോത്രങ്ങളെ പിന്തിരിപ്പിക്കും എന്ന് ഹാനിബാൾ ഭയന്നു. അതുകൊണ്ടൊരു വിജയം അദ്ദേഹത്തിന് അത്യാവശ്യമായിരുന്നു. റോമിനെ തോൽപ്പിക്കാൻ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിൽ ഗാലിക് ഗോത്രങ്ങൾ തന്നോടൊപ്പം ചേരില്ല എന്ന് ഹാനിബാളിന് അറിയാമായിരുന്നു. ഒട്ടും സമയം പാഴാക്കാതെ ഹാനിബാൾ തന്റെ സൈന്യവുമായി സ്കിപ്പിയോയെ നേരിടാൻ പോ നദിയുടെ വടക്കൻ തീരത്തുകൂടി നീങ്ങി. അവർക്ക് പരസ്പരം സ്ഥാനമറിയാത്തതിനാൽ 2 ജനറലുമാരും തങ്ങളുടെ സൈന്യത്തിനു മുൻപിൽ സ്കൗട്ടിംഗ് പാർട്ടികളെ അയച്ചു. 2 സൈന്യങ്ങളുടെയും സ്കൗട്ടുകൾ ശത്രുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി.
റോമാക്കാർ ടിസിനസ് നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിച്ച് നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിച്ചു. അതേസമയം 15 കിലോമീറ്റർ പടിഞ്ഞാറ് കാർത്തേജിയൻ സൈന്യവും ഒരു സമതലത്തിൽ തമ്പടിച്ചു. ഒരു ദിവസത്തിനു ശേഷം ഇരു ജനറലുമാരും തങ്ങളുടെ സൈന്യത്തെ യുദ്ധത്തിന് സജ്ജമാക്കി. ഹാനിബാൾ തന്റെ കുതിരപ്പടയെ മുന്നിൽ അണിനിരത്തി. ന്യൂമീഡിയൻ ലൈറ്റ് കവാൽറിയെ പിന്നിൽ നിർത്തി. സ്കിപ്പിയോ തന്റെ വെലീറ്റുകളെ മുന്നിൽ നിർത്തി. കുന്തമെറിഞ്ഞ് ഹാനിബാളിന്റെ കുതിരപ്പടയെ ദുർബലമാക്കാൻ ലക്ഷ്യമിട്ടു. ഗാലിക് സഖ്യകക്ഷികൾ രണ്ടാം നിരയിലും റോമൻ കുതിരപ്പട കരുതൽ സേനയായി നിലകൊണ്ടു. ഇരു സൈന്യങ്ങളും അടുക്കുമ്പോൾ റോമൻ കുതിരപ്പടയുടെ എണ്ണം കുറവാണെന്ന് ഹാനിബാൾ കണ്ടു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അദ്ദേഹം റോമൻ മുൻനിരയിലേക്ക് പൂർണ്ണമായ ആക്രമണം ഉത്തരവിട്ടു. ഹാനിബാളിന്റെ മുന്നേറ്റം കണ്ട സ്കിപ്പിയോ വേഗത്തിൽ പ്രതികരിച്ചു. റോമൻ കുതിരപ്പട മുന്നോട്ട് നീങ്ങി വെലീറ്റുകൾക്കൊരു കുന്തമെറിയാൻ പോലും സമയം കിട്ടുന്നതിനു മുൻപ് അവർ പിന്മാറി രണ്ടാം നിരയായി നിലകൊണ്ടു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ യുദ്ധം ആരംഭിച്ചു. സാധാരണ കുതിരപ്പട യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രക്തരൂഷിതമായ പോരാട്ടം അവിടെ നടന്നു. കൂട്ടത്തോടെയുള്ള പോരാട്ടത്തിൽ കുതിരകൾ പരിഭ്രാന്തരായി. പല കുതിരപ്പടയാളികളും കാൽനടയായി കൂടുതൽ ഫലപ്രദമായി പോരാടാൻ കുതിരകളിൽ നിന്നിറങ്ങി. കുറച്ചുനേരം യുദ്ധം ആർക്കും ജയിക്കില്ല എന്ന് തോന്നി. എന്നാൽ ഇത് ഹാനിബാളിന്റെ മറ്റൊരു തന്ത്രമായിരുന്നു. ഭൂരിപക്ഷം റോമൻ കുതിരപ്പടയും യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ ന്യൂമീഡിയൻ സേനയെ പാർശ്വങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ അയച്ചു. റോമാക്കാരിതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ പരിഭ്രാന്തരായി ചിതറിയോടി. അതിവേഗമുള്ള ന്യൂമീഡിയൻ കുതിരപ്പട റോമൻ സേനയെ വലയം ചെയ്തു. യുദ്ധത്തിനിടയിൽ സ്കിപ്പിയോ കുതിരപ്പുറത്തിൽ നിന്ന് താഴെ വീണു. പരിക്കേറ്റ ജനറലിനെ വധിക്കാൻ കാർട്ടേജിയൻ സൈനികർ അടുത്തു നീങ്ങി. എന്നാൽ അവസാന നിമിഷം റോമൻ സൈനികരുടെ ഒരു ചെറിയ സംഘവുമായി അദ്ദേഹത്തിന്റെ 17 വയസ്സുള്ള മകൻ പബ്ലിയസ് അദ്ദേഹത്തെ രക്ഷിച്ചു. അവർ റോമൻ ക്യാമ്പിലേക്ക് പിൻവാങ്ങി. ഹാനിബാളിന്റെ വിജയം പരന്നപ്പോൾ ഗാലിക് ഗോത്രങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്യാൻ ദൂതന്മാരെ അയച്ചു. എന്നാൽ യുദ്ധത്തിന്റെ ഈ ആദ്യഘട്ടത്തിൽ അവർ കാര്യമായ സഹായങ്ങളൊന്നും നൽകിയില്ല. അതിനാൽ BC 218 അവസാനത്തിൽ ഹാനിബാളിന്റെ സൈന്യത്തിന് ഭക്ഷണത്തിന് ക്ഷാമം നേരിട്ടു. ഒരു ധാന്യസംഭരണശാല പിടിച്ചെടുക്കാൻ ഹാനിബാൾ തന്റെ കുതിരപ്പടയുടെ ഒരു ഭാഗത്തെ അയച്ചു. ആ സംഭരണശാലയുടെ ചുമതലയുള്ള റോമൻ സൈനികൻ ഹാനിബാളിന് 400 സ്വർണ്ണ നാണയങ്ങൾക്ക് സംഭരണശാലയും സൈനികരെയും അടിയറവ് വെച്ചു. ഇവർ ഹാനിബാളിനോടൊപ്പം ചേർന്ന ആദ്യത്തെ ഇറ്റാലിയൻ സഖ്യകക്ഷികളായി മാറി. അതേസമയം റോമൻ സൈന്യം പ്ലാസന്റിയയിലേക്ക് പിൻവാങ്ങി. അവിടെ അവർ സെംബ്രോണിയസിനെയും സൈന്യത്തെയും കാത്തിരുന്നു. ടിസിനസ് നദിയിലേട്ട് തോൽവി വലിയ നഷ്ടമായിരുന്നെങ്കിലും ഇത് റോമാക്കാരെ ഹാനിബാളിനെ ഭയപ്പെടാൻ തുടങ്ങി. ടിസിനസ് നദിയിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഫലപ്രദമല്ലാത്ത ഗാലിക് സഖ്യകക്ഷികളിലാണെന്ന് റോമൻ സെനറ്റ് ആരോപിച്ചു. ലോങ്ങസിന്റെ വരവ് ആത്മവിശ്വാസം വീണ്ടെടുത്തു. ഇനി ഹാനിബാൾ റോമൻ കോൺസൽമാരുടെ സൈന്യങ്ങളെ നേരിടുകയേ വരും. BC 218 ഡിസംബർ മാസത്തിൽ ടിസിനസിലേറ്റ പരിക്കുകൾ കാരണം പബ്ലിയസ് സ്കിപ്പിയോയുടെ ജീവൻ അപകടത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ അപ്പോഴേ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ടിസിനസിലേറ്റ തോൽവി റോമിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. പ്ലാസന്റിയയിലെ റോമൻ ക്യാമ്പിൽ റോമിന്റെ സഖ്യകക്ഷികളായിരുന്ന 2000-ലധികം ഗാലുകൾ റോമൻ സൈനികരെ ഉറങ്ങുമ്പോൾ ആക്രമിച്ച് പലരെയും കൊന്നുവെന്നു. സൂര്യോദയത്തിനു മുൻപ് അവർ ട്രെബിയ നദി കടന്ന് ഹാനിബാളിനോടൊപ്പം ചേർന്നു. തുറന്ന സ്ഥലത്ത് പെട്ടുപോകാതിരിക്കാൻ സ്കിപ്പിയോ വീണ്ടും തെക്കോട്ട് നീങ്ങി. ഒരു ദിവസത്തിനു ശേഷം അദ്ദേഹം ഒരു കുന്നിൻ മുകളിൽ തമ്പടിച്ചു. ഡിസംബർ പകുതിയോടെ 2 കോൺസൽമാരും ഒന്നിച്ചു. ഹാനിബാളിനെ എങ്ങനെ നേരിടണം എന്ന് ചർച്ച ചെയ്തപ്പോൾ ലോങ്ങസിന്റെ സൈന്യത്തിന്റെ പരിശീലനം ആവശ്യമാണെന്ന് സ്കിപ്പിയോ വാദിച്ചു. എന്നാൽ ലോങ്ങസ് വിയോജിച്ചു. ലോങ്ങസിനെപ്പോലെ യുദ്ധത്തിന് ആകാംക്ഷയോടെ കാത്തിരുന്ന ഹാനിബാൾ ട്രെബിയ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള യുദ്ധഭൂമി പരിശോധിച്ചു. നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ഗാലിക് ഗോത്രങ്ങൾ ഇപ്പോൾ റോമാക്കാരുമായി ചർച്ച നടത്തുകയാണെന്ന് സംശയിച്ച ഹാനിബാൾ റെയ്ഡ് നടത്താൻ ഒരു സംഘത്തെ അയച്ചു. ഗോത്രങ്ങൾ ഹാനിബാളിനെ ചതിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നത് വ്യക്തമല്ല. പക്ഷേ അവരുടെ ഗ്രാമങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ചില ഗോത്രക്കാർ റോമാക്കാരോട് സഹായം അഭ്യർത്ഥിച്ചു. ലോങ്ങസ് ഉടൻ തന്നെ 1000 വെലീറ്റുകളെ നദിക്ക് കുറുകെ അയച്ചു. റോമൻ സൈന്യം കാർത്തേജിയൻ സൈനികരെ എളുപ്പത്തിൽ തുരത്തി. ഇത് കണ്ട ഹാനിബാളിന്റെ സൈന്യം അവരെ സഹായിക്കാൻ പാഞ്ഞെത്തി. അതിവേഗം യുദ്ധം ഒരു വലിയ പ്രദേശത്തേക്ക് വ്യാപിച്ചു. കടുത്ത പോരാട്ടം തുടർന്നു. ഈ സംഘർഷം ഒരു പൂർണ്ണമായ യുദ്ധമായി മാറിയേക്കാമെന്ന് ഹാനിബാളിന് മനസ്സിലായി. ഹാനിബാൾ മുൻകൈയെടുത്തു. അനിശ്ചിതമായ യുദ്ധം ഒഴിവാക്കാൻ അദ്ദേഹം തന്റെ സൈനികരെ പിൻവലിച്ചു. ഇത് റോമാക്കാരെ അത്ഭുതപ്പെടുത്തി.
ഹാനിബാളിന്റെ നിയന്ത്രണത്തിനുള്ള കഴിവ് ഇവിടെ പ്രകടമായി. റോമാക്കാർ തങ്ങളുടെ പാളയങ്ങളിലേക്ക് പിൻവാങ്ങി. പുലർച്ചെ റോമൻ കാവൽക്കാർ അപായമണി മുഴക്കി. കാർത്തേജിയൻ സൈന്യം ക്യാമ്പ് ആക്രമിക്കുന്നു. ശൈത്യകാലത്തെ കൊടുംതണുപ്പിൽ ഒഴിഞ്ഞ വയറുമായി റോമൻ സൈനികർ പോരാടാൻ തയ്യാറെടുത്തു. ലോങ്ങസ് തന്റെ 4000 കുതിരപ്പടയെ നുമീഡിയൻകാർക്കെതിരെ അയച്ചു. അവരെ പിന്തുടർന്ന് 6000 വെലീറ്റുകളും എത്തി. നുമീഡിയൻകാർ വേഗത്തിൽ പിൻവാങ്ങി. ഹാനിബാൾ തന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടി പദ്ധതികൾ വിശദീകരിച്ചു. നന്നായി വിശ്രമിച്ചതും ഭക്ഷണം കഴിച്ചതുമായ കാർത്തേജിയൻ സൈന്യം യുദ്ധക്കളത്തിലേക്ക് നീങ്ങി. കിഴക്ക് ഭാഗത്ത് യുദ്ധം തുടർന്നു. നുമീഡിയൻകാർ ട്രെബിയ നദിയിലേക്ക് പിന്തിരിഞ്ഞു. റോമാക്കാർ അവരെ പിന്തുടർന്ന് നദി കടന്നു. നീണ്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് ലോങ്ങസിന്റെ സൈന്യം നദി കടന്ന് അണിനിരുന്നത്. കൊടുംതണുപ്പിൽ നദി കടന്നപ്പോൾ അവർ വിശന്നും നനഞ്ഞും തളർന്നിരുന്നു. ലോങ്ങസ് തന്റെ വെലീറ്റുകളെ മുന്നിൽ നിർത്തി പരിചയസമ്പന്നരായ കാലാൾപ്പടയെ മധ്യഭാഗത്തും ഗാലിക് സൈനികരെ ഇരുവശങ്ങളിലും നിർത്തി. കുതിരപ്പടയെ ഇരുവശത്തും അണിനിരത്തി. ഹാനിബാൾ തന്റെ കാലാൾപ്പടയെ നേർത്ത ഒരു നിരയിൽ വിന്യസിച്ചു. ഗാലിക് സഖ്യകക്ഷികളെ മധ്യഭാഗത്തും സ്പാനിഷ് ലിബിയൻ കാലാൾപ്പടയെ ഇരുവശത്തും നിർത്തി. ആനകൾ കാലാൾപ്പടയുടെ ഇരുവശങ്ങളിലും നുമീഡിയൻ ഗാലിക് കുതിരപ്പട കൂടുതൽ അകലെയും നിലയുറപ്പിച്ചു. നട്ടുച്ചയോടെ ലോങ്ങസ് തന്റെ സൈന്യത്തിന് മുന്നോട്ടു പോകാൻ ഉത്തരവിട്ടു. റോമാക്കാർ നല്ല രീതിയിൽ മുന്നോട്ടുപോയി. യാതൊരു തടസ്സങ്ങളുമില്ലാത്ത സമതലം അവരുടെ യുദ്ധരീതിക്ക് അനുയോജ്യമാണെന്ന് തോന്നി. എന്നാൽ ഹാനിബാൾ തന്റെ സൈന്യത്തെ കാത്തുനിന്നു. ഇരുപക്ഷത്തുനിന്നും അമ്പുകളും കുന്തങ്ങളും പാറി. നുമീഡിയൻ കുതിരപ്പടയെ പിന്തുടർന്നപ്പോൾ റോമൻ വെലീറ്റുകൾക്ക് അവരുടെ മിക്ക കുന്തങ്ങളും നഷ്ടമായിരുന്നു. എന്നാൽ കാർത്തേജിയൻ സൈനികർക്ക് കവിയരികളുണ്ടായിരുന്നതിനാൽ അവർക്ക് അതിൽ മുൻകൈ ലഭിച്ചു. റോമൻ കാലാൾപ്പട കാർത്തേജിയൻ നിരയെ പിന്നോട്ട് തള്ളി. ഹാനിബാളിന്റെ ഗാലിക് സൈനികർക്ക് വലിയ നഷ്ടമുണ്ടായി. ഇരുവശത്തും ഹാനിബാൾ തന്റെ കുതിരപ്പടയോട് മുന്നോട്ടു പോകാൻ ഉത്തരവിട്ടു. ചില റോമൻ കുതിരകൾ ഹാനിബാളിന്റെ ആനകളെ ഭയന്നു. പക്ഷേ ആനകളെ നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച വെലീറ്റുകൾ കുതിരപ്പടയുമായി ചേർന്ന് ആനകളെ ആക്രമിച്ചു. പലതിനെയും കൊന്നു. അവസാനം നുമീഡിയൻകാർ റോമൻ കുതിരപ്പടയെ കീഴ്പ്പെടുത്തി മുന്നോട്ടു നീങ്ങി. എന്നാൽ റോമൻ കാലാൾപ്പടയുടെ ആക്രമണത്തിൽ കാർത്തേജിയൻ മധ്യഭാഗം തകർന്നുകൊണ്ടിരുന്നു. പരിചയസമ്പന്നരായ റോമൻ സൈനികർ ഗാലിക് കാലാൾപ്പടയെ വെട്ടിമുറിച്ചു. ഹാനിബാളിന് സൈന്യത്തെ സഹായിക്കാൻ കഴിയില്ല എന്നു തോന്നി. എന്നാൽ യുദ്ധത്തിനു മുൻപ് ഹാനിബാൾ 2000 മികച്ച സൈനികരെ നദിയുടെ വരണ്ട അടിത്തട്ടിൽ ഒളിപ്പിച്ചിരുന്നു. റോമൻ കുതിരപ്പടയെ നുമീഡിയൻകാർ ഓടിച്ചയച്ചപ്പോൾ ആ സൈനികർ കൃത്യസമയത്ത് അവിടെ നിന്ന് പുറത്തുവന്നു. ആനകളും കാർത്തേജിയൻ കാലാൾപ്പടയും മുന്നിൽ നിന്ന് ആക്രമിച്ചപ്പോൾ റോമൻ കാലാൾപ്പടയുടെ ചിറകുകൾ തകർന്നു. എന്നിരുന്നാലും റോമൻ സൈനികർ അച്ചടക്കത്തോടെ മുന്നോട്ടു നീങ്ങി. എങ്കിലും യുദ്ധം തോറ്റെന്ന് മനസ്സിലാക്കിയ റോമൻ സൈനികർ നദി കടന്ന് പ്ലസീൻഡിയയിലേക്ക് പിൻവാങ്ങി. റോമൻ സൈന്യത്തിന് 28,000 പേരെ നഷ്ടമായി. അതേസമയം കാർത്തേജിയൻ സൈന്യത്തിന് 3000-നും 5000-നും ഇടയിൽ മാത്രമേ നഷ്ടമുണ്ടായുള്ളൂ. മിക്ക ആനകളെയും നഷ്ടപ്പെട്ടതുമാത്രമാണ് ഹാനിബാളിന് ട്രെബിയയിലുണ്ടായ പ്രധാന നഷ്ടം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഹാനിബാൾ 2 റോമൻ കോൺസൽമാരെയും പരാജയപ്പെടുത്തി. ഈ തോൽവി റോമൻ സെനറ്റിനെ ഞെട്ടിച്ചു. പല ഗാലുകളും ഹാനിബാളിനോടൊപ്പം ചേർന്നു. കൂടുതൽ ആക്രമണങ്ങൾ റോമിന് കനത്ത നാശനഷ്ടങ്ങളുണ്ടാക്കി. പക്ഷേ ഹാനിബാളിന്റെ ഇറ്റലിയിലെ ഈ മുന്നേറ്റം ഒരു ഇബേരിയയിലെ ചെറിയൊരു സംഭവത്തോടെ തകർന്നു തുടങ്ങുമായിരുന്നു. BC 217-ന്റെ തുടക്കത്തിൽ ട്രെബിയയിലെ തോൽവിയിൽ നിന്ന് കരകയറാനായിരുന്നില്ല റോമൻ സെനറ്റ്. പക്ഷേ ഹാനിബാളിനെ തിരിച്ചാക്രമിക്കാൻ തീരുമാനിച്ചു അവർ. മറ്റു സ്ഥലങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ ഹാനിബാളിനെ ഇറ്റലിയിൽ എത്താൻ തടയാൻ ആദ്യമയച്ച റോമൻ സൈന്യം പുതിയ ലക്ഷ്യങ്ങളുമായി നേയസിന്റെ കീഴിൽ ഇബീരിയയിലായിരുന്നു. BC 218-ന്റെ തുടക്കത്തിൽ ഇബീരിയയിലെത്തിയ ഗ്നേയസ് കോർണേലിയസ് സ്കിപ്പിയോ കാൽവസ് ഹാനോയെയും ആയിരക്കണക്കിന് കാർത്തേജിയൻ സൈനികരെയും പരാജയപ്പെടുത്തി. കൂടാതെ ഹാനിബാൾ പൈറനീസ് പർവ്വതങ്ങളിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ഉപേക്ഷിച്ചുപോയ സമ്പന്നമായ വസ്തുവിക്കളും അദ്ദേഹം പിടിച്ചെടുത്തു. എന്നാൽ ഈ വിജയമുണ്ടായിട്ടും ഹസ്ദ്രുബാൽ ബാർക്കയുടെ റെയ്ഡിൽ നേയസിന് തന്റെ കപ്പൽ ജീവനക്കാരെ നഷ്ടമായിരുന്നു. ഭാഗ്യവശാൽ റോമാക്കാർക്ക് ഹസ്ദ്രുബാൽ 2-1 എന്ന നിലയിൽ എണ്ണത്തിൽ കുറവായിരുന്നു. അതിനാൽ അദ്ദേഹം ഉടൻ തന്നെ പിൻവാങ്ങി. ഇരു ജനറൽമാരും അടുത്ത വർഷത്തേക്ക് പദ്ധതികൾ തയ്യാറാക്കാൻ ശൈത്യകാലം ഉപയോഗിച്ചു. ഇബീരിയൻ സൈനികർ
കരമാർഗം ഹാനിബാളിനടുത്തേക്ക് എത്തുന്നു തടയുക എന്നതായിരുന്നു റോമൻ ജനറലിന്റെ പ്രധാന ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം കാർത്തേജിയൻ പ്രദേശങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതായിരുന്നു. തറാക്കോയിൽ നിന്ന് ഗ്നയസ് തന്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ മാസങ്ങൾ ചെലവഴിച്ചു. അദ്ദേഹം വിവിധ ഗോത്രങ്ങളുമായി സൗഹൃദമുണ്ടാക്കാൻ ശ്രമിച്ചു. ഗ്നയസ് റോമിനൊപ്പം ചേരാൻ പല പ്രാദേശിക ഗോത്രങ്ങളെയും പ്രേരിപ്പിച്ചു. ഇറ്റലിയിലെ മിക്ക ഗാലുകൾക്കും റോമാക്കാരെ വെറുപ്പായിരുന്നതുപോലെ വടക്കൻ ഇബീരിയയിലെ ഗോത്രങ്ങൾക്ക് കാർത്തേജിയൻ സൈനികരെ വെറുപ്പായിരുന്നു. പലരും റോമിനൊപ്പം സഖ്യമുണ്ടാക്കി. വളരെ സമ്പന്നമായ മസാലിയ എന്ന ഗ്രീക്കു നഗരവുമായി ഗ്നേയസ് ബന്ധം സ്ഥാപിച്ചു. തങ്ങളുടെ പരിചയസമ്പന്നമായ കപ്പൽസേനയെ റോമാക്കാരെ സഹായിക്കാൻ അയക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. മാസങ്ങളോളം തന്റെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ ഗ്നേയസ് സൈനികരെ നിയോഗിച്ചു. ഹസ്ദ്രുബാൽ ബാർഖയുടെ ആക്രമണം മുൻകൂട്ടിക്കണ്ട് അദ്ദേഹം എബ്രോ നദിയിൽ സൈനികരെ നിലയുറപ്പിച്ചു. കൂടാതെ ഹാനിബാളിന്റെ ശേഖരത്തിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കൾ തന്റെ സൈനികർക്ക് വിതരണം ചെയ്തത് അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. എബ്രോ നദിക്കപ്പുറത്ത് ഹസ്ദ്രുബാൽ ബാർക്ക റോമൻ റെയ്ഡുകളെ തടയാൻ നദിയുടെ തീരത്ത് സൈനികരെ വിന്യസിച്ചു. അദ്ദേഹത്തിനിപ്പോൾ 15,000 സൈനികരാണുള്ളത്. പക്ഷേ കാർത്തേജിയൻ ഇബീരിയയുടെ സമ്പത്തും മനുഷ്യശക്തിയും ഹസ്ദ്രുബാലിന് റോമൻ ഭീഷണിയെ വേഗത്തിൽ നേരിടാനാവശ്യമായ കരുത്ത് നൽകി. പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനും അടുത്ത യുദ്ധത്തിനുള്ള വിഭവങ്ങൾ ശേഖരിക്കാനും അദ്ദേഹം ശൈത്യകാലം ഉപയോഗിച്ചു. ദക്ഷിണ ഇബീരിയയിലെ തുർഡേറ്റാനി ഗോത്രത്തിൽ നിന്ന് പുതിയ കപ്പൽ ജീവനക്കാരെയും അദ്ദേഹം റിക്രൂട്ട് ചെയ്തു. BC 217 വസന്തത്തിൽ ഹസ്ദ്രുബാൽ ഗ്നേയസിനെതിരെ ആക്രമണം നടത്താനാവശ്യമായ സൈന്യത്തെ ശേഖരിച്ചു. ഹസ്ദ്രുബാൽ കരസേനയെയും 40 കപ്പലുകളുള്ള കപ്പൽസേനയെയും ഹിമിൽക്കോയ്ക്ക് കീഴിൽ നിയോഗിച്ചു. കപ്പൽസേന കരയോട് ചേർന്ന് നീങ്ങി. രാത്രിയിൽ കപ്പൽ ജീവനക്കാർക്ക് കരയിൽ വിശ്രമിക്കാൻ സാധിച്ചു. ഹാനിബാൽ ഇബീരെ വിട്ടപ്പോൾ 15,000 സൈനികരായിരുന്നു ഹസ്ദ്രുബാലിനുണ്ടായിരുന്നത്. BC 217 യുദ്ധത്തിനായി എത്ര സൈനികരെ അദ്ദേഹം റിക്രൂട്ട് ചെയ്തുവെന്ന് വ്യക്തമല്ല. എന്നാൽ ശത്രുസൈന്യം അടുക്കുന്നുണ്ടെന്ന് ഗ്നേയസ് തന്റെ ചാരന്മാർ വഴി അറിഞ്ഞിട്ടും യുദ്ധത്തിന് മുതിർന്നില്ല. അതിനാൽ ഹസ്ദ്രുബാലിന്റെ സൈന്യം വളരെ വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഹസ്ദ്രുബാലിന് തന്റെ സൈന്യത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിലും ഗ്നേയസിന് കുറഞ്ഞത് 1 വർഷത്തേക്കുകൂടി സൈനികരെ ലഭിക്കില്ലായിരുന്നു. അതായിരുന്നു റോമൻ ജനറൽ ജാഗ്രത പാലിക്കാൻ മറ്റൊരു കാരണം. ഗ്നേയസ് തരാക്കോയിൽ നിന്ന് പുറപ്പെട്ട് എബ്രോ നദിയിൽ ഒരു പ്രതിരോധ സ്ഥാനമെടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ കപ്പലുകളും അടുത്തുകൂടി നീങ്ങി. കാർത്തേജിയൻ കപ്പൽസേനയ്ക്ക് തന്റെ സൈന്യത്തെ വളഞ്ഞു വിതരണമാർഗ്ഗങ്ങൾ തടയാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഗ്നേയസ് തന്റെ മികച്ച സൈനികരെ 35 കപ്പലുകളിൽ കയറ്റി. ചില കപ്പലുകൾ മസാലിയയിൽ നിന്നുള്ള പരിചയസമ്പന്നരായ ജീവനക്കാരുള്ളവയായിരുന്നു. തന്റെ കപ്പൽസേനയെ തന്റെ പാർശ്വം സംരക്ഷിക്കാൻ വിന്യസിച്ചുകൊണ്ട് റോമൻ ജനറൽ എബ്രോയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയെത്തി. കടലിൽ ശ്രദ്ധിക്കാനായിരുന്നു ഗ്നേയസിന്റെ പദ്ധതി. അദ്ദേഹം താൽക്കാലികമായി സൈന്യത്തെ നിർത്തി 2 മസാലിയൻ കപ്പലുകളെ മുന്നോട്ടയച്ചു. കാർത്തേജിയൻ കപ്പൽസേനയെ തകർക്കുകയോ ദുർബലമാക്കുകയോ ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കാർത്തേജിയൻ സൈന്യം എബ്രോയുടെ നദീമുഖത്ത് തമ്പടിച്ചിരിക്കുന്നുവെന്നും കപ്പലുകൾ കരയിൽ തന്നെയുണ്ടെന്നും മസേലിയൻ ചാരന്മാർ തിരിച്ചുവന്നറിയിച്ചു. ഈ സുവർണാവസരം മുതലാക്കി ശത്രുവിനെ അപ്രതീക്ഷിതമായി ആക്രമിക്കാൻ ഗ്നേയസ് തന്റെ കപ്പലുകൾക്ക് സിഗ്നൽ നൽകി. 2 നിരയിലായി റോമൻ കപ്പലുകൾ അതിവേഗത്തിൽ എബ്രോയിലേക്ക് നീങ്ങി. മുൻനിരയിൽ മികച്ച മസാലിയൻ കപ്പലുകളും പിന്നിൽ റോമൻ കപ്പലുകളുമുണ്ടായിരുന്നു. എന്നാൽ തീരത്ത് കാവൽ നിന്ന കാർത്തേജിയൻ ചാരന്മാർ റോമൻ കപ്പലുകളെ കണ്ടു. ഹസ്ദ്രുബാൽ തന്റെ കരസേനയെ തീരത്ത് നിരത്തി ഹിമിൽക്കോയോട് വേഗത്തിൽ കപ്പലുകൾ കടലിലിറക്കാൻ ഉത്തരവിട്ടു. അപ്രതീക്ഷിതമായി ആക്രമിക്കപ്പെട്ടെങ്കിലും കാർത്തേജിയക്കാർക്ക് തങ്ങളുടെ കപ്പലുകളിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. റോമാക്കാരെ നേരിടാൻ അവർ മുന്നോട്ടു നീങ്ങി. 2 മസാലിയൻ കപ്പലുകളെ അവർ തടഞ്ഞു. ഹിമിൽക്കോയുടെ ജീവനക്കാർ റോമൻ കപ്പലുകളിൽ കയറി ആക്രമണം തുടങ്ങി. വലതുഭാഗത്ത് കാർത്തേജിയൻ കപ്പലുകൾ റോമാക്കാരെ തകർത്തു. അതേസമയം നടുവിൽ ശക്തമായ പോരാട്ടം നടന്നു. ഗ്നേയസിന്റെ സൈനികർ പ്രതിരോധത്തിലായിരുന്നു. പക്ഷേ പരിചയസമ്പന്നരായ റോമൻ സൈനികർ തങ്ങളുടെ സ്ഥാനം ഉറച്ചു നിർത്തി. അവരുടെ ശക്തിയിൽ യുദ്ധം മാറിമറിയാൻ തുടങ്ങി. അവർ ഒരു കാർത്തേജിയൻ കപ്പലിനെ അതിലെ ജീവനക്കാരോടൊപ്പം മുക്കി. പിന്നീട് മറ്റൊന്നിനെയും. ഹിമിൽക്കോയുടെ ചില സൈനികർക്ക് ധൈര്യം ചോർന്നു തുടങ്ങി. 4 കപ്പലുകൾ കൂടി നടുവിൽ തകർന്നു. ഇതുകണ്ട ചിലർ പരിഭ്രാന്തരായി കരയിലേക്ക് പിന്തിരിഞ്ഞു. റോമാക്കാർ കപ്പലുകളെ പിന്തുടരുന്നത് ഹസ്ദ്രുബാലിന് കരയിൽ നിന്ന് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ സൈന്യത്തിന് പിൻവാർന്ന കപ്പലുകളെ സഹായിക്കാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കപ്പൽ ജീവനക്കാർ കപ്പലുകളെ ഉപേക്ഷിച്ച് ഹസ്ദ്രുബാലിന്റെ സൈന്യത്തിനടുത്ത് സുരക്ഷിതത്വം തേടി. എന്നാൽ റോമാക്കാർ വിട്ടില്ല.
ഹസ്ദ്രുബാലിന്റെ സൈന്യം ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടായിട്ടും അവർ ധൈര്യപൂർവ്വം തീരത്തേക്ക് നീങ്ങി. കാർത്തേജിയൻ സൈനികർ ഞെട്ടിപ്പോയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായപ്പോഴേക്കും റോമാക്കാർ 25 കപ്പലുകൾ പിടിച്ചെടുത്ത നദിയിൽ നിന്ന് യാത്ര തിരിച്ചു. ആദ്യം എബിറിനിലുണ്ടായ തോൽവിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. തുടർന്നുള്ള മാസങ്ങളിൽ ഹസ്ദ്രുബാൽ ഗോത്രങ്ങളെ റോമിനെതിരെ കലാപം നടത്താൻ പ്രേരിപ്പിച്ചു. ദക്ഷിണ ഇബീരിയിലെ കലാപങ്ങളും ഹസ്ദ്രുബാലിനെ നേരിടേണ്ടി വന്നു. ഇരുപക്ഷവും കലാപങ്ങൾ അടിച്ചമർത്താനും പുനർസംഘടിപ്പിക്കാനും ഒരു വർഷം മുഴുവൻ ചെലവഴിച്ചു. ഇറ്റലിയിൽ ഹാനിബാളിനോട് തുടർച്ചയായ തോൽവികൾ ഏറ്റുവാങ്ങിയ റോമൻ സെനേറ്റിന് ഗ്നേയസിന്റെ വിജയം വലിയ ആശ്വാസം നൽകി. ആവശ്യതരായ അവർ ഗ്നേയസിന്റെ സഹോദരൻ പബ്ലിയസിനെ ഇബീരിയിലേക്ക് സഹായമയക്കാൻ തീരുമാനിച്ചു. മുറിവുകൾ ഭേദമായ പബ്ലീസ് 20-30 കപ്പലുകളോടും 8000 സൈനികരോടും ഭക്ഷണത്തോടും വിഭവങ്ങളോടും കൂടി ഒരു വർഷത്തിനുള്ളിൽ അവിടെയെത്തു. എന്നാൽ എബ്രോയിലെ ഗ്നേയസിന്റെ പരാജയം ഇബീരിയയിലെ യുദ്ധത്തിനൊരു വഴിതിരിവായി മാറുമായിരുന്നു. അടുത്ത 10 വർഷത്തേക്ക് കാർത്തേജിയൻ ഇബീരിയ തീരത്തിന് സംരക്ഷണം ലഭിക്കില്ലായിരുന്നു. റോമൻ റെയ്ഡുകൾക്ക് വിധേയമായ കാർത്തേജിന് അവരുടെ ഇബീരിയൻ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും സംരക്ഷിക്കാൻ കൂടുതൽ മനുഷ്യശക്തി ആവശ്യമായിരുന്നു. വരും വർഷങ്ങളിൽ സിപ്പിയോ സഹോദരന്മാർ കാർത്തേജിയൻ യുദ്ധശ്രമങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തും. 2 സ്കിപ്പിയോ സഹോദരന്മാർ 10,000 കൂടി സൈനികരോടും മസാലിയ എന്ന ഗ്രീക്ക് നഗരത്തിന്റെ സഹായത്തോടും കൂടെ ഹസ്ദ്രുബാലിനേക്കാൾ അധികം ശക്തിയായി അടുത്ത വർഷത്തെ ആക്രമണത്തിന് തയ്യാറായി.